എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ക്രിസ്മസ് ലഞ്ചിന് വിളമ്പാൻ പറ്റുന്ന ഒരു നല്ല ഒരു നോൺ വെജ് തീയലിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. എൻ്റെ ഒരു സീക്രട്ട് റെസിപ്പിയായിരുന്നു. ഞാൻ റെസിപ്പിയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ 1-2 റെസിപ്പികളിൽ ഒന്നാണ് ഈ ചെമ്മീൻ തീയലും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അറിയത്തുള്ളൂ. കാരണം സാധാരണ ഉണ്ടാക്കുന്ന പോലെയൊന്നുമല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് വ്യത്യാസമൊക്കെ ആയിട്ട് എൻ്റേതായ രീതിയിൽ കുറച്ച് ഐഡിയാസൊക്കെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇപ്പോൾ ക്രിസ്മസിന് എന്തായാലും ഒരു തീയൽ എൻ്റെ വീട്ടിലൊക്കെ ലഞ്ചിനുണ്ട്. അപ്പോൾ അതൊരു നോൺ വെജ് തീയൽ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ഒരാൾ പോലും ട്രൈ ചെയ്യാതിരിക്കരുത്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ നമ്മൾ അറിയാതെ കഴിച്ചു പോകുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫേവററ്റ്, അതായത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള റെസിപ്പികളിലൊന്നാണ് ഈ ചെമ്മീൻ തീയൽ. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെമ്മീൻ തീയൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കണം. അതാണ് ആദ്യത്തെ പരിപാടി. അതിനുവേണ്ടി ഒരു പാനോ ചീനിച്ചട്ടി എന്ത് വേണമെങ്കിലും വെക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം സാധാരണ തേങ്ങ വറക്കുന്നതിന് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ വറക്കാം. പക്ഷേ ഇവിടെയൊക്കെ കിട്ടുന്ന തേങ്ങ അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ച് വറക്കുന്നത്. അപ്പം നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ അത് നല്ലതുപോലെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. സാധാരണയായിട്ട് തേങ്ങ വറുത്തിട്ട് അത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോഴാണ് തീയലിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിലൊക്കെ തേങ്ങയാണെങ്കിൽ നമുക്ക് ഒട്ടും എണ്ണ ചേർക്കാതെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. നല്ലതുപോലെ എണ്ണ കിനിയുന്ന തേങ്ങയാണ്, നല്ലതുപോലെ അരച്ചെടുക്കാനും പറ്റും. പക്ഷേ ഇവിടെയൊക്കെ കിട്ടുന്ന തേങ്ങ ആയതുകൊണ്ട് പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എണ്ണ ചേർത്തത് കേട്ടോ. 1/2 കിലോ ചെമ്മീനാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങ ചേർക്കുക. ഈ തേങ്ങ വറക്കുന്നതിലുണ്ട് കാര്യം. തേങ്ങ നമ്മൾ തിരുമുമ്പോൾ ഒരേപോലെ തിരുമാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് ഏറിയും കുറഞ്ഞൊക്കെ തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കുറച്ച് ഭാഗം നല്ലതുപോലെ വറുത്ത് കിട്ടും, കുറച്ച് വറക്കാതെ കിട്ടും. അങ്ങനെയല്ല, നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവണം. അപ്പോൾ അതിനായിട്ട് തീ കുറച്ച് വെച്ച് അടുത്ത് തന്നെ നിന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അതുപോലെ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അതുപോലെ ഈ ഒരു നിറത്തിലൊക്കെ വേണം എടുക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ഒരുപോലെ തേങ്ങ തിരുമ്മി കിട്ടാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് കുറച്ച് സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതേപോലെ ചെറിയ രീതിയിലാവും തേങ്ങ. അപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർക്കുവാണ്. ഇപ്പം സാധാരണ ഈ തീയലൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ മുളകും മല്ലിയും, അതായത് വറ്റൽമുളക് അതുപോലെ തന്നെ കൊത്തമല്ലിയൊക്കെ ഇട്ട് ഇതിൻ്റെ കൂടെ ചൂടാക്കിയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം പലർക്കും അത് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളെ വീഡിയോ കാണിക്കാതെ ചെയ്യുവാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരു ദിവസം വീഡിയോ അല്ലാതെ ഞാൻ ചെയ്യാം കേട്ടോ. ഇനി ഈ പൊടി 2 ഇട്ടില്ലേ, ഇതിന് ശേഷം ഇതൊന്ന് ചൂടാവണം. ഒരു മിനിറ്റ്, കറക്റ്റ് 1 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് ഇത് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാനിത് ഓഫ് ആക്കുവാണ്. ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്. ചെറിയ ജാറിലിട്ട് വേണം അരച്ചെടുക്കാൻ. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം ചേർക്കില്ല. ഇത് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ വറുത്തരയ്ക്കുന്ന കറികളിൽ വെള്ളം ചേർത്തരയ്ക്കാം, ഒരു കുഴപ്പമില്ല, ടേസ്റ്റിന് യാതൊരു കുഴപ്പവും വരുത്തില്ല. ഒരിക്കലുമല്ല. തീയൽ നല്ല ടേസ്റ്റ്, അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരണമെങ്കിൽ അതിലൊട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. ഞാൻ സാധാരണയായിട്ട് മൺചട്ടിയാണ് എടുക്കുന്നത്. പക്ഷേ എൻ്റെ ചെറിയ മൺചട്ടി പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇപ്പം വലിയ മൺചട്ടിയുള്ളൂ. അതിൽ ഈ 1/2 കിലോയുടെ കൊഞ്ച് തീയൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു എടുപ്പ് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഉരുളി എടുക്കുക. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയപ്പോൾ 1 തണ്ട് കറിവേപ്പില, 4 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്,
10-15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് പച്ചമുളക് കീറിയത്, ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം അഥവാ വലിയ ജീരകം അത് പൊടിച്ചത്. പെരുംജീരകം സാധാരണ തീയലിന് ചേർക്കത്തില്ല, നോൺ വെജ് ഒക്കെ തീയിൽ വെക്കുമ്പോൾ ചേർക്കും. 1 നുള്ളു ഉലുവാപ്പൊടി ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ, 1 നുള്ളു മതി, കൂടണ്ട. ഇനി ഞാനിവിടെ ഈ നമ്മൾ ഇഞ്ചിക്കറിക്കൊക്കെ അരിയുന്ന പോലെ ഇതേപോലെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ, ഒരു ടേസ്റ്റാണ് ഇതിന്. ഈ ചെമ്മീൻ തീയലിൻ്റെ അകത്ത് ഈ തേങ്ങാക്കൊത്ത് നമുക്ക് ബ്രൗൺ നിറമൊന്നും ആക്കണ്ട, ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ചെറുതായിട്ട് വഴണ്ട് കിട്ടിയാൽ വെന്താൽ മതി കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നല്ലതുപോലെ ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാമേ. 1/2 കിലോയും 1-2 പീസ് കൂടെ കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. ഈ ചെമ്മീൻ ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊരു കുറച്ച് മിനിറ്റ് ഒന്ന് ഇളക്കണം, കാരണം ഇതിലൊന്ന് മിക്സ് ആവണം. അപ്പം ഞാനിത് 2 മിനിറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളത്തിൻ്റെ അളവ് ഏകദേശം ഈ പ്രോൺസൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. ഇച്ചിരി ലേശം മുകളിൽ നിന്നാലും കുഴപ്പമില്ല, കാരണം നമ്മളിതിൽ തേങ്ങ വറുത്തരച്ച് ചേർക്കുമ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർക്കുക. അങ്ങനെയായാലും നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിള വരണം. പിന്നെ ഒരു കാര്യം, ഇത് നമ്മളിപ്പോൾ അടച്ച് വെച്ചു, ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അതായത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻ പുളി അഥവാ പിഴുപുളി എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അതിൻ്റെ ആ സത്തിറങ്ങിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഒരു 1/2 കപ്പ് വെള്ളം മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 കുടംപുളി, അതായത് മീൻ പുളി എന്ന് പറയത്തില്ലേ, കുടംപുളി ഇതേപോലെ തന്നെ കഴുകിയിട്ട് ലേശം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം. ഇത് രണ്ടും നമ്മൾ ഈ ഒരു തീയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റായി, നമുക്കിത് ഇനി അടപ്പ് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ. ഈ പുളി രുചി കൂടാതിരിക്കാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വേണ്ട, അതിലും കുറച്ചും കൂടെ കുറച്ച് മതി എടുത്താലും നിങ്ങൾ 1/2 കപ്പ് വെള്ളത്തിൽ എടുക്കുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നോക്കി പുളി രുചി നോക്കണം. അപ്പോൾ ഒരു പുളി രുചി വന്നെങ്കിൽ നിങ്ങൾ പിന്നെ ബാക്കി മാറ്റി വെച്ച് തരാം. അത് നോക്കി വേണം ഒഴിക്കാൻ കേട്ടോ. പക്ഷെ ഇതിന് ഈ ഒരു അളവിൽ, അതായത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇച്ചിരി വലിപ്പം കുറച്ച് ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ആ ഒരു അളവ് യാതൊരു വ്യത്യാസം വരത്തില്ല, രുചിക്കൊരു വ്യത്യാസം വരത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യും. ഇപ്പോൾ ഉപ്പിൻ്റെയൊക്കെ അളവ് കറക്റ്റാണോ നോക്കണം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതാണ് ഞാൻ ചേർക്കുന്ന തേങ്ങ. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ കണ്ടോ, നിങ്ങളെ കാണിച്ച് ഞാൻ ഒഴിക്കാം കണ്ടോ, നല്ല വെണ്ണ പോലെ അരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഒരു മിക്സിയും കേടാവത്തില്ല ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി കേട്ടോ. ശേഷം വെള്ളം ഞാൻ ഈ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ അടച്ചു വെക്കുവാണ്. അടച്ചു വെച്ചിട്ട് അതായത് നല്ലപോലെ എണ്ണ തെളിയുമ്പോൾ, ഗ്രേവി ഒന്ന് കുറുകുമ്പോൾ നമുക്കിത് ഓഫാക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി ഇനി ഒന്നും വേണ്ട, ഞാനങ്ങ് ഓഫ് ചെയ്യുവാണ്. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് മൊത്തത്തിലങ്ങ് തേങ്ങ വറുത്തരച്ചല്ലേ കുറുകിപ്പോയി. ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിറച്ച് ഉള്ളതുപോലെ തോന്നി. ഇപ്പോൾ ഉരുളിയിലായിരിക്കും പരന്ന് കിടക്കുമ്പോഴേ നമുക്ക് ഒരുപാടുള്ളതുപോലെ തോന്നത്തില്ല. ഇതിലേക്ക് ഞാനൊരു 2-3 കറിവേപ്പില ഒന്ന് പിച്ചി ഇടുക കേട്ടോ. ഇനിയും കടുക് വറക്കാനും നിൽക്കണ്ട. ചിലർ കടുവൊക്കെ വറക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവസാനം കടുക് വറക്കുകയാണെങ്കിൽ വീണ്ടും എണ്ണയാവും. അടിപൊളി ഒരു കറിയാണ്, നല്ല നിറമുള്ളൊരു കറിയാണ് കേട്ടോ. ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പിയിൽ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.